ഹായ് ഹലോ ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് നമ്മൾ കുവൈറ്റിലെ ഒരു ഓട്ടോ എക്സ്പോ കാണാൻ വേണ്ടി ഇറങ്ങിക്കോ കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ ഡൽഹി ഓട്ടോ എക്സ്പോ എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് കമ്പനികൾ ഇവിടെ വന്നിട്ട് അവരുടെ കാറ് അല്ലെങ്കിൽ അവരുടെ പുതിയ പുതിയ ബ്രാൻഡ്സ്, പുതിയ ടെക്നോളജികളൊക്കെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി എല്ലാ വർഷവും നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ ഓട്ടോ എക്സ്പോ. നമ്മുടെ ഇന്ത്യയിലും നടക്കാറുണ്ട്. അത് ഡൽഹി ഓട്ടോ എക്സ്പോ. പിന്നെ ഇവിടെ കുവൈറ്റ് ഓട്ടോ എക്സ്പോ 2025. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് പുതിയ കുറേ വണ്ടികളും പല ടൈപ്പ് വണ്ടികളും കാണും. ഈ ഗൾഫിലുള്ള ഓട്ടോ എക്സ്പോകളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഓട്ടോ എക്സ്പോയുടെ പ്രത്യേകതയല്ല ആക്ച്വലി, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഓട്ടോ എക്സ്പോയിൽ കാണുന്ന വണ്ടികളുടെ ഏകദേശം ഒരു 70% വണ്ടികൾ നമുക്ക് ഇവിടുത്തെ റോഡുകളിൽ തന്നെ കാണാം. എല്ലാ ടൈപ്പ് വണ്ടികളും. അതായത് ഈ ഓട്ടോ എക്സ്പോ കാണാൻ വരുന്ന ആൾക്കാർ തന്നെ അത്യാവശ്യം എല്ലാ ലക്ഷറി വണ്ടികളിലും, അതായത് ഈ ഓട്ടോ എക്സ്പോ കാണാൻ വരുന്നത് തന്നെ. പക്ഷെ നമ്മുടെ ഇന്ത്യയിലൊക്കെ അങ്ങനെ ആയിരിക്കണമെന്നില്ല. പക്ഷെ ഇവിടെ ആളുകളെല്ലാം എല്ലാ ടൈപ്പ് വണ്ടികളുണ്ട് ഇവിടെ. ഇതേ FJ ക്രൂസർ, ഇതേ വരുന്നു റേഞ്ച് റോവർ. ഞാൻ പറഞ്ഞ പോലെ ഈ ഓട്ടോ എക്സ്പോയ്ക്ക് അകത്ത് വരുന്ന വണ്ടികളുടെ ഏകദേശം ഒരു 70% വണ്ടികൾ ഇത് കാണാൻ വരുന്ന ആൾക്കാരുടെ തന്നെ ആണ്. ഇത് ഇവിടെ തന്നെ നിങ്ങൾക്ക് പാർക്കിംഗ് ഏരിയയിൽ നോക്കിയാൽ കാണാം. അതേ ഡോഡ്ജ്, അങ്ങനെ മൊത്തം ഇവിടെ ഈ എക്സിബിഷൻ കാണാൻ വരുന്ന ആൾക്കാരുടെ വണ്ടി തന്നെ അത്യാവശ്യം വേറെ ലെവലാണ്. നിങ്ങൾ ഓർക്കണം, നമ്മൾ ജസ്റ്റ് പാർക്കിങ്ങിലായതുള്ളൂ കേട്ടോ. ഇവിടുത്തെ ഈ പാർക്കിംഗ് ഏരിയ കണ്ടാൽ തന്നെ ഒരു വണ്ടി പോലും ഇല്ല നോർമൽ ടൈപ്പ്. ഇത് ലെക്സസിൻ്റെ ഒരു കിട്ടിലൊരു XUV, നിസാൻ പാട്രോൾ, ഡിഫൻഡർ, ഇതേ ഒരു ജീപ്പ്, ഇതേ G-Wagon, റാമിൻ്റെ ട്രക്ക്, ഇതേ ഷെവർലയുടെ ഒരു ട്രക്ക്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് നടക്കാം. ഇതേ മസ്താങ്. ഇതേ ഈ വണ്ടിയുടെയൊക്കെ ഒരു വലിപ്പം നോക്ക്. ഇതൊക്കെ ഈ ഒരു പരിപാടി കാണാൻ വന്ന ആൾക്കാരുടെ വണ്ടിയാണ്. നോക്ക്, ഇതിൻ്റെയൊക്കെ വീല്, സസ്പെൻഷൻ. വാ, ഇത് റാമിൻ്റെ ഒരു ട്രക്കാണ് കേട്ടോ. ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ട്രക്കുകളാണ് റാം. പക്ഷേ എക്സ്പോയ്ക്കകത്ത് ഒരുപാട് വണ്ടികൾ കാണും, ഒരുപാട് വണ്ടികൾ. പിന്നെ അതിൽ ചില വണ്ടീസിലൊക്കെ നമുക്ക് കയറാനും പറ്റും. എന്തായാലും നോക്കാം. ഇതെൻ്റെ സെക്കൻഡ് ഡേ ആട്ടോ. ഞാൻ ഓൾറെഡി ഇന്നലെ രാത്രി വന്ന് ഇതൊക്കെ കണ്ടു. ഇതിലും ഉണ്ട് കേട്ടോ. നമുക്കിത് ഓരോ ഹോളായിട്ടാണ്. ഇത് 8, അവിടെ അങ്ങ് ഉള്ളതൊരു 5, 6, 7, 8 4 ഹോളുകളിലായിട്ട് ആണ് ആക്ച്വലി എക്സിബിഷൻ നടക്കുന്നത്. നമ്മുടെ 5th ഹോള്, അവിടെ 6th, അവിടെ 7th, പിന്നെ അതിന് മുന്നിൽ 8th അകത്താണ് ശരിക്കും ഓരോരോ വണ്ടികൾ അവർ ഷോക്കേസ് ചെയ്തേക്കുന്നത്. ഇവിടെ ഏതൊക്കെ വണ്ടികളാണ് അവരുടെ ബ്രാൻഡ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫോർഡ്, ലിൻകൺ, ലാൻഡ് റോവർ, ഓഡി, കാഡിലാക്ക്, ഹോണ്ട, അങ്ങനെ എല്ലാ ബ്രാൻഡുകളും. പിന്നെ അവിടെയും കുറേ ബ്രാൻഡുകൾ അത് ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. നമുക്കെന്തായാലും ഇതിനകത്തേക്ക് കയറാം. കയറി വരുമ്പോൾ തന്നെ നോക്കിയേ, ഏതാ വണ്ടി, ബെൻസിൻ്റെ ഒരു കിഡിലം AMG ആണിത്. അമ്പോ, അടിപൊളി ഒരു മാസറാട്ടിയുടെ വണ്ടി നോക്ക്. വാവ്, എന്താ വണ്ടി ഇത്! അടിപൊളിയല്ലേ? വാവ്, പിന്നെ ആദ്യമായിട്ടോടെ മാസറാട്ടിയുടെ ഈ വണ്ടിയൊക്കെ ഇത്ര അടുത്ത് നിന്ന് കാണുന്നത്. എന്താ ലുക്ക്! മസറാട്ടി വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം കേട്ടോ. മസറാട്ടി ലൈഫിൽ ആദ്യമായിട്ട് കേട്ടോ ഈ മസറാട്ടി വണ്ടിയിലൊക്കെ കയറാൻ പറ്റുന്നത്. അടിപൊളി. നോക്കിയേ നിങ്ങളിതിൻ്റെ കളറൊക്കെ ഒന്ന് നോക്കിയേ. മസറാട്ടി, വാവ്, അടിപൊളി. എന്താ ഫീല്! ഇതിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ എന്തൊക്കെയോ നമ്മളായെന്നൊക്കെ ഒരു ഫീല് തോന്നും കേട്ടോ. നമ്മളെ സ്വന്തം വണ്ടി അല്ലെങ്കിൽ പോലും. പക്ഷേ അടിപൊളി ഫീൽ കേട്ടോ. നമ്മളങ്ങനെ മസറാട്ടിക്കകത്തിലാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. അടിപൊളി ഫീൽ കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അടിപൊളി. ഹാൻഡ് റെസ്റ്റ് ആണെങ്കിലും സൗണ്ടൊക്കെ നോക്കി ഫുൾ സോഫ്റ്റ് ആട്ടോ, ഭയങ്കര സോഫ്റ്റാണ്. നമുക്കിവിടെ നല്ല തൈ സപ്പോർട്ടും നല്ല അടിപൊളി ഒരു മ്യൂസിക് സിസ്റ്റം. ഏതിൻ്റെയാണെന്നൊന്നും അറിയില്ല, പക്ഷെ എന്നാലും വലിയൊരു പാഡൽ ഷിഫ്റ്റേഴ്സൊക്കെ ഉണ്ട് കേട്ടോ.
പ്ലസും മൈനസും. മസ്റ്റാർട്ടിയുടെ ക്ലോക്ക് ആട്ടോ, അടിപൊളി. എന്തായാലും ഇറങ്ങാം. ഈ വണ്ടിയിലൊക്കെ കയറി കഴിഞ്ഞാൽ ആക്ച്വലി ഇത് എങ്ങനെ തുറക്കുന്നതെന്ന് ഭയങ്കര പാടാട്ടോ. ഇതെങ്ങനെ തുറക്കുന്നത്? ഓ, ഇത് സ്വിച്ച് ആവട്ടെ. ഇവിടെ സ്വിച്ച് വെക്കുക, ഓപ്പൺ ആവും. പോർഷയുടെ പനമേര കേട്ടോ, നല്ല അടിപൊളി ജെറ്റ് ബ്ലാക്ക് കളറിലൊരു വണ്ടി കേട്ടോ. അതിനകത്ത് ഫുൾ റെഡ് കളറിൽ സീറ്റും ബാക്കി എല്ലാ കാര്യവും. ഇത് അടിപൊളി വണ്ടിയല്ലേ ഇതൊക്കെ. കിട്ടും. പോർഷെ പനമേര ഭയങ്കര രസമുണ്ട് കേട്ടോ, അടിപൊളി വണ്ടി. ഇതിൻ്റെ ഇൻറ്റീരിയർ ആട്ടോ ഇതിലും രസം. പക്ഷെ ആ എന്ത് കളറാന്ന് നോക്കുക, ബ്ലാക്ക്, നല്ല ജെറ്റ് ബ്ലാക്ക്, നല്ല വലിയ വീല്, പോർഷയുടെ ഒക്കെ ഒരു സിമ്പിള്, ലൈറ്റ്സ് ഒക്കെ നോക്കും, അടിപൊളി. പോർഷയുടെ 911 ആട്ടോ. ഇതിൻ്റെ സ്പോയിലേഴ്സ് മണി 35,000 രൂപയുടെ ഒരു വണ്ടി ഞാൻ കാണിച്ചു കേട്ടെ. ഇത് പോർഷയുടെ ടോയ് ആട്ടോ. 35,000 രൂപയാണ് ഇന്ത്യൻ മണി ഈ ഒരു വണ്ടിയുടെ വില. 35,000 രൂപ. ഇത് ഏകദേശം ഒരു 30,000 രൂപയുടെ വണ്ടിയാട്ടോ. നമ്മുടെ ഇന്ത്യൻ മണി കുഞ്ഞു വണ്ടിയാട്ടോ. 30,000 രൂപയാണ് ഇതും ഇതും. ഈ ഒരു കീ ചെയിൻ ഏകദേശം ഒരു 3,000 രൂപയുടെ വില കേട്ടോ ഈ ഒരു കീ ചെയിനൊക്കെ. ഇത് പോർഷയുടെ ജാക്കറ്റ്, പോർഷയുടെ ബാഗ്. അമ്മോ, ഇത് ഭയങ്കര വിലക്കുറവാണ്. ഏകദേശം ഒരു 60,000-70,000 രൂപയുടെ ബാഗാണ് ഇത്. ഭയങ്കര വിലക്കുറവാണ്. ടീഷർട്ട് തൊടാൻ പറ്റത്തില്ലടോ, അത്രയ്ക്കും വിലയാണ് ഇതൊക്കെ. പോർഷയുടെ ടിഷ്യൂ ബോക്സ്